ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കുമ്പളംകായലിൽ കല്ലുമ്മക്കായ എടുക്കാൻ വേണ്ടി പോകുന്നൊരു വീഡിയോ ആണ് നമുക്ക് കാണിക്കാനുള്ളത്. അങ്ങനെ കല്ലുമ്മക്കായ എടുക്കാൻ വേണ്ടി നമ്മുടെ അളിയനുമായിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പോയപ്പം തന്നെ ആദ്യം ഒരു മാവ് കണ്ട്, ഇത് ആരുടെയും വസ്തുവിൽ നിൽക്കുന്നതല്ല, കായലിൻ്റെ തീരത്ത് തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ ആ മാവിൽ നിന്ന് മാങ്ങ അടപ്പിച്ചാന്ന് കരുതി അളിയൻ അങ്ങനെ മരത്തേ കയറി. അളിയൻ്റെ പേര് അനു. പുള്ളി നല്ലോണം മരത്തിലൊക്കെ കയറും. പക്ഷേ ആദ്യമായിട്ട് കയറുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കയറുന്ന കണ്ട അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു 10-30 മാങ്ങ കിട്ടി. എല്ലാം നല്ല സൈസുള്ള മാങ്ങകളായിരുന്നു. അത് അച്ചാറിടാനും പഴുപ്പിക്കാനായിട്ടാണ് പിച്ചിയത്. എന്തായാലും കല്ലുമ്മക്കായ വാരാൻ വന്ന കവർ നിറയെ മാങ്ങായി. ഇനി കുറച്ച് കല്ലുമ്മക്കായ എടുക്കണം. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അങ്ങനെ സൈഡിലുള്ള കല്ലുകളും പിന്നെ അവിടെ കുറേ ഓടുകളും ഉണ്ടായിരുന്നു. ഓടുകളിൽ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. അത് മൊത്തം ഞങ്ങൾ ശേഖരിച്ചു. എന്നിട്ട് വീട്ടിൽ പോയി പിള്ളേർക്ക് കൂടെ കൊടുക്കണം ഗ്രില്ല് ചെയ്ത്. അതുകൊണ്ട് ഇച്ചിരി അധികം എടുത്തു. പക്ഷെ കൊണ്ടുപോകാൻ ആവശ്യത്തിന് കവറില്ലായിരുന്നു. ഉള്ള കവറാണെങ്കിൽ കാത് പൊട്ടി പോവുകയും ചെയ്തു. ഇങ്ങനെ അനുവച്ചാച്ചൻ കഷ്ടപ്പെട്ട് എല്ലാം ചെയ്യുവാന്ന്. ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുവാന്ന്. ഇതാന്ന് കേട്ടോ നമ്മുടെ കുമ്പളംകായൽ. കാണാൻ നല്ല രസമൊക്കെയാണ്. മീനൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറവാണ്. പക്ഷേ കക്ക ഒത്തിരി ഉണ്ട്. കല്ലുമ്മക്കായും ചിപ്പിക്കൊക്കെ എല്ലാം ഇഷ്ടം പോലുള്ള സമയമാണ് ഇതിപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ എടുത്തു. ഈ ഓടിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കുഞ്ഞി കക്കായും ചിപ്പിക്കക്കായൊക്കെ കണ്ടില്ലേ. ഇപ്പം വേലി ഇറക്ക സമയമാണ്. അതുകൊണ്ടാണ് നമുക്കിത് നല്ലോണം കാണാൻ പറ്റുന്നത്. അങ്ങനെ കല്ലുമൊക്കെ എടുത്ത് തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫോണും കത്താളും താക്കാലും എല്ലാം എടുത്ത് ഞങ്ങൾ പോവുകയാണ്. പിന്നെ മാങ്ങയുടെ കവറിൽ നിന്ന് ഒരു മാങ്ങ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, കവർ പൊട്ടിപ്പോയപ്പോൾ. ആ മാങ്ങയുടെ എടുത്തിട്ട് തിരിച്ചടക്കുകയാണ്. അന്നേരമാണ് ഞങ്ങൾ ഓർത്തത്, ഞങ്ങളെടുത്ത തോട്ടയൊക്കെ അവിടെ തന്നെ ആ മാവിൽ തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. അന്നേരം ഇനി വരുന്നവർക്ക് ഉപയോഗിക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി കല്ലുമക്കായൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കുവാണ്. കാരണം ഗ്രില്ല് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മാങ്ങ. നല്ല വലിയ മാങ്ങകളായിരുന്നില്ല. പിന്നെ ഒരു തേങ്ങയും കിട്ടിയായിരുന്നു നമുക്ക്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഗ്രില്ല് ചെയ്യാനായിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ച് ഇനി നമ്മൾ കരിക്കട്ട ഇട്ട് കൊടുക്കണം. കരിക്കട്ട നല്ല ചൂടാക്കി കനലാക്കി എന്നിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അന്നേരം കരിക്കട്ടയൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 50 രൂപയ്ക്ക് ഇഷ്ടം പോലെ കരിക്കട്ട വാങ്ങിക്കാൻ കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലേസ് കരിക്കട്ട കനലാക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു തീ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കല്ല് മൊത്തം തീരങ്ങ് ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് കല്ലുമ്മക്കായ വെച്ച് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് കല്ലുമ്മക്കായ ഗ്രില്ല് ചെയ്യാനായിട്ട് കുറച്ച് മസാലകൾ വേണം. ആ മസാല ഉണ്ടാക്കുന്നത് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ കത്തിക്കാൻ പോകാമെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ചേട്ടൻ ഇച്ചിരി ബിസിയാണ് കേട്ടോ, ഷെറിച്ചാസ്. ഇല്ലെങ്കിൽ വീഡിയോക്ക് ഷെറിച്ചാസിന് വന്നേനെ. ഇതിപ്പോൾ തന്നെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്നിട്ടൊരു കറക്കുന്ന സാധനം വെച്ച് ഇങ്ങനെ കനൽ ആക്കാനായിട്ട് നമ്മൾ കറക്കി കാറ്റിങ്ങനെ ഫോഴ്സിന് കൊടുക്കുമ്പോൾ ഇത് നല്ല സ്പീഡിന് കനലാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ. അതൊക്കെ ഇനി ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഫോഴ്സിന് കാറ്റ് വരും. അത് വെച്ച് നല്ല രീതിയിൽ കരിക്കട്ട കനലാവുന്നതാണ്. ഇത് സാധാരണ കനലാവാനായിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് വേണം കരിക്കട്ട തന്നെ കനലാവാൻ. ഇത് വെച്ച് നമുക്ക് വെറും 1 മിനിറ്റിനുള്ളിൽ നല്ല സൂപ്പറായിട്ട് കനലാക്കി കിട്ടുന്നതാണ് കരിക്കട്ടയിൽ. നമ്മുടെ റോഹിത്ത് കഷ്ടപ്പെട്ട് കറക്കുകയാണ്. പക്ഷെ കാറ്റൊന്നും വരുന്നില്ല അങ്ങനെ. റോഹിത്ത് കാറ്റ് വരുത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ശരി. റോഹിത്തും ബ്ലേസുമാണ് നമ്മുടെ ഇടകമ്പലവും നിൽക്കുന്നത്. അസിസ്റ്റൻസായിട്ട് മസാല ഉണ്ടാക്കാനോ എല്ലാം ചെയ്യാനോ ഇല്ല. നമ്മൾ വേറെ ഓരോന്ന് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നതും ബ്ലേസും റോഹിത്തുമാണ്. ഇതാനും വെച്ചാൽ നല്ല രീതിയിൽ ഇതായത് കനലാക്കുന്നത്. നല്ല രീതിയിൽ തീയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ മസാലകളാണ്. മസാലകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2-3 തരം മസാലകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു മസാലയാണ്. അതിനുവേണ്ടി കാന്താരി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇടിച്ച് ചതച്ചെടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഉപ്പും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇടുന്നതാണ്. ബ്ലേസ് നല്ല കഷ്ടപ്പെട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുകയാണ്. നമുക്ക് നോക്കിയിട്ട് നമുക്കത് കുറച്ചുകൂടെ അരയ്ക്കാം. നമുക്ക് വേറെ മസാലകൾ വേണം.
അന്നേരത്തേക്ക് ഇതാ കല്ലുമക്കായ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇത് തന്നെ തുറക്കും, ഈ ചൂടായി തന്നെ തുറന്ന് വെള്ളവും പോകുമ്പോഴാണ് നമ്മൾ ആ മസാല വെച്ച് കൊടുക്കുന്നത്. നേരെ നമ്മൾ നോക്കിയപ്പോൾ ആവശ്യത്തിന് കനലില്ല, ഇത് മൊത്തം വേവിക്കാനുള്ള. നമുക്കിടെ ഒരു 10-40 കല്ലുമക്കായ കഷ്ണമുണ്ട്. അന്നേരം അതെല്ലാം ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കനൽ വാരിയിട്ടത് ബ്ലേസാണ് എല്ലാത്തിനും മെയിനായിട്ട് നിൽക്കുന്നത്. നേരെ നമുക്ക് വേറെ മസാലകൾ വേണം. അങ്ങനെ ഒരു മസാല എന്ന് വെച്ചാൽ ഉപ്പും മുളകും എല്ലാം, പിന്നെ ഒന്ന് കുരുമുളകും ഇഞ്ചിയും കൂടെ ചേർത്തൊരു മസാല. ഇങ്ങനെ ഉണ്ട്, ഇതാ 3 കളർ കണ്ടില്ലേ, അങ്ങനെ 3 മസാലയിലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ആദ്യത്തെ സെറ്റ് വേവിച്ചെടുത്തതാണ്, നമ്മുടെ ചേച്ചിക്ക് കൊടുത്ത്, ചേച്ചിക്ക് കൊടുത്ത് 3 ഫ്ലേവറും കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാൻ തുടങ്ങും. ആ ബ്ലേസ് ചേച്ചിക്ക് കൊടുത്തത് അങ്ങ് എടുത്ത്, അങ്ങനെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കാന്താരിയും കറിവേപ്പിലയോടുള്ള മസാലയാണ്. ബ്ലേസൻ റോയത്തിന് ഇഷ്ടപ്പെട്ടത് ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാദാ മസാല, അത് തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് ആ കുരുമുളകിൻ്റെ മസാലയും കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരും കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് കല്ലുമക്കായ എണ്ണയിലിട്ട് വറുത്തേ കഴിച്ചിട്ടുള്ളത്, ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കല്ലുമക്കായ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും, പൊളിച്ച് കിട്ടുവാണെങ്കിൽ അത് ഇതേപോലെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ചൂടാക്കി പല മസാലകളിലിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഓവർ ഉപ്പിടാതെ. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കല്ലുമക്കായ ഇരുന്ന് എല്ലാവരും കൂടെ ഗ്രില്ലടിച്ച് കഴിക്കുന്നത്. നല്ല രസമായിരുന്നു. വെക്കേഷൻ ടൈമിൽ എല്ലാവരും ട്രൈ ചെയ്യുക.